ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? ഞാനിതാ റബ്സ് അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് മാഷാഅല്ലാ ഇതിലേ അങ്ങ് പോകുന്നുണ്ട്. നിങ്ങളും ഇതിലേ അങ്ങ് പോകുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഞങ്ങളെല്ലാവരും കൂടി ഒരു പ്ലാൻ ആക്കിനേന് അവൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും അവളെ വീട്ടിലേക്ക് പോകുന്ന അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. ഈ ഒരു ചുരിദാർ എങ്ങനെയുണ്ട് മക്കളെ? ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? നിങ്ങൾക്കെല്ലാം ഇഷ്ടമായില്ല? ഞാനില്ല എവിടെ പോയാലും ഇങ്ങനത്തെ കളർ നോക്കിയിട്ടാണ് എടുക്കുക. എനിക്ക് ഉള്ള ചുരിദാർ ഫുള്ള് ഇങ്ങനത്തെ കളറല്ലേ തന്നെ. അങ്ങനെയല്ല, ഇങ്ങനത്തെ കളർ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ തരാനുണ്ടെങ്കിൽ ഈ ഒരു കളർ നോക്കിയിട്ട് എന്നെ തന്നേട്ടാ, ഞാൻ വാങ്ങിക്കോളൂ. ഞാൻ ചുമ്മാ പറഞ്ഞു തന്നിട്ടേ, നിങ്ങളിതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു കളർ പിടിച്ചിനോ? എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ കളറിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ കൊണ്ടുവച്ച് എന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ച് വേറെ ഉണ്ടോ എന്ന്. അത് പിന്നെ നമ്മളെ സ്വഭാവം അങ്ങനെ ആയിപ്പോയില്ലേ, വേറെ ഉണ്ടോ എന്ന് ചോദിക്കല് ഷോപ്പിൽ കയറിയാൽ. അങ്ങനെ അനിയത്തിക്കും ഉമ്മാക്കും ഈ ഒരു ഷോപ്പിൽ നിന്ന് വിചാരിച്ച സാധനം കിട്ടാത്തത് കൊണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പും കൂടി വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് എടുക്കുമെന്ന് അല്ലാവല്ലേ, എല്ലാം ഇങ്ങനെ വലിച്ചിടിപ്പിക്കൽ തന്നെ. എന്തായാലും അവസാനം ഈ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവൾക്ക് നോക്കുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടോപ്പാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരിദാർ ഇങ്ങനെ ഇടയ്ക്കെല്ലാം പോയി നോക്കുന്നുണ്ട്. എനിക്കില്ലേ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. ഒന്നാമതെന്ന് വെച്ചാൽ അങ്ങനെ വേഗം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. എല്ലാ സാധനം ഇങ്ങനെ വലിച്ച് വാരിപ്പിക്കും, എന്താ പറയുക, വലിച്ചിടിപ്പിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നീ എന്താന്ന് കോഴിയാന്ന് ഇങ്ങനെ ചിള്ളുന്ന് നോക്കൂ. എല്ലാം ഇങ്ങനെ വലിച്ചിടിപ്പിച്ചിട്ട് മൊത്തം ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് എന്താപ്പോൾ പറയാം, ഇങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കും. അടുത്തത് നല്ലത് വരാനുണ്ടോ, നല്ലത് വരാനുണ്ടോ എന്നൊക്കെയാണ് എൻ്റെ ഒരു പണി. റബ്ബുൽ തമ്പുരാനെ, ഞാൻ പറഞ്ഞു ഞാൻ ഷോപ്പിൽ വരുന്നില്ല എന്ന്. പിന്നെയും ഉമ്മ ഇങ്ങനെ വിളിച്ച് വന്നോണേന്ന്. അങ്ങനെയാണ് ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ ഓടിച്ചാടി എന്നല്ല പാനും വന്നത്. പിന്നെ പനിയത്തി ഉമ്മയെല്ലാം തന്നെയാണ് അവൾക്കുള്ളത് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് സെലക്ട് ചെയ്യാൻ എനിക്കറിയുള്ളൂ, മറ്റാർക്കും സെലക്ട് ചെയ്യാൻ എനിക്കങ്ങനെ അറിയിട്ടല്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വലിയൊരു പണിയല്ലേ. കുറേ ഇങ്ങനെ നോക്കി തിരഞ്ഞെടുക്കണം. എനക്കാണെങ്കിൽ വേഗമൊന്നും ഇഷ്ടപ്പെടില്ല. എനിക്കന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് അവസാനം ഒന്നും എടുക്കുന്നതാണ്. എനിക്ക് ഷോപ്പിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര മടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് തന്നാൽ ഓക്കെ ആവും. ഇത് ഷോപ്പിൽ പോയിട്ട് എടുക്കൽ എന്ന് പറയുമ്പോൾ വലിയൊരു പണിയാണ്. ഇങ്ങനത്തെ പണിയെല്ലാം ഞാനിപ്പോൾ ഒഴിവാക്കി. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇത് മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. വേഗം എൻ്റെ കണ്ണിൽ പിടിക്കില്ല റബ്ബേ, അങ്ങനത്തെ ഒരു സാധനമാണ് റബ്ബേ. അങ്ങനെ ഇതാ വേറൊരു കടയിലും കൂടി കയറിയിട്ടുണ്ട്. എന്തെല്ലാം വാങ്ങിച്ചത് അതൊക്കെ വീട്ടിലെത്തിയിട്ട് അമ്മയെ ഞാൻ കാണിക്കുന്നുള്ളേ. വീട്ടിലെത്തിയിട്ട് നല്ല വൃത്തിക്ക് കാണിക്കുക. പിന്നെ ഇനിതാ മക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം മക്കൾ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മന്തി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ മന്തി എന്താ ചെയ്യുക, ഇത് എവിടെ അവസാനിക്കുന്നില്ല അപ്പം ഈ ഒരു മന്തി. എൻ്റെ മോക്കെല്ലാം പിന്നെ ഈ മന്തി പിരാന്താന്ന്, വെറും മന്തി എവിടെ പോയാലും പറയാം എനിക്കിതാ വേണ്ടത്. ഇനി വീട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെയാണ്. അവൾക്ക് ബിരിയാണി ഒന്നല്ല വേണ്ടത്, ഇത് തന്നെയാണ് വേണ്ടത് കൂടുതലായിട്ട്. അങ്ങനെ നല്ല വൃത്തിക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല വൃത്തിക്ക് ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ഒരു കോല അവിടെ കാണുന്നുണ്ട് മോളെ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ പോകുന്നത് ബേക്കറിയിലാണ്. 2-3 പാക്കറ്റ് കടിയെല്ലാം വാങ്ങിക്കാനുണ്ട് എനിക്ക്. രാവിലെ പിന്നെ മക്കൾ സ്കൂളിൽ പോകുന്ന തിരക്കാണ്. അപ്പോൾ വേഗം ഞാൻ കത്തലാന്ന് ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് എണീറ്റ പാടെ എന്തായാലും ചായൻ്റെ കൂടെ കടിക്കാൻ എന്തെങ്കിലും ഒരു കടി വേണം. അന്നെങ്കിലല്ലേ ചായ ഇങ്ങനെ ഇറങ്ങും. ചായനെ ഒന്നിങ്ങനെ തള്ളി വിടണ്ടേ. അതുകൊണ്ട് ഞാനിങ്ങനെ 2-3 പാക്കറ്റ് കടി വാങ്ങി വെക്കലുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ ഇങ്ങനെ നോക്കിയെടുക്കലാണ് ഏതാപ്പാ എടുക്കാമെന്ന്. കുറേ കാണുമ്പോൾ ആകെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. എനിക്ക് പിന്നെ പെട്ടിയപ്പം ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ കായ വറുത്ത
അങ്ങനെ എന്തെല്ലോ 2-3 പാക്കറ്റ് കടി ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വേവേ നല്ല തിരക്കാണ് ഈ ഒരു കടയിൽ. എപ്പം നോക്കുമ്പം ഈ ഒരു കടയിൽ തിരക്കായിരിക്കും. എന്തോരം തിരക്കെന്നറിയാമോ, പല സാധനങ്ങളും ഉണ്ട് ഇടാം. അങ്ങനെ പർദ്ദ പോയി ചുരിദാറിലേക്ക് വന്നല്ല. നിങ്ങൾക്ക് സംഭവം മനസ്സിലായ? ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ശനിയാഴ്ച ദിവസമാണ് കണ്ണൂർ പോയിട്ട് അവൾക്കുള്ള ഗിഫ്റ്റ് അത് ഇതൊക്കെ വാങ്ങി വന്ന് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് അങ്ങനെ ഇതാ വ്യാഴാഴ്ച ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇനിയാണ് നിങ്ങളെല്ലാ വിശേഷങ്ങളും കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരൊന്നും വരുന്നില്ല, നമ്മൾ 3 പെങ്ങന്മാരായി പോകുന്നുള്ളൂ. ആങ്ങളുടെ വീട്ടിൽ 3 പെങ്ങന്മാർ, ഉമ്മ വരുന്നില്ല, ഉപ്പ വരുന്നില്ല, അങ്ങനെ മക്കളെല്ലാവരും ഇല്ല. പിന്നെ അങ്ങനെ ഇതാ ഓരോ സാധനങ്ങൾ ഇനി കാറിൽ കൊണ്ടുവയ്ക്കുക ചെയ്യുന്നത്. എണ്ണയില്ലാണ്ട് വണ്ടി ഓടുക ഇല്ലല്ല. മക്കൾ പറയുന്നത് എന്തിനാണ് പമ്പിൽ കയറിയതെന്ന്, എണ്ണ അടിക്കണ്ടേ. അങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതാണ്. ഏച്ചൂരുള്ള പമ്പിലാണ് കയറിയത്. അവളെ വീട് മധുക്കോത്താണ്. അങ്ങനെ എണ്ണയെല്ലാം അടിച്ചിട്ട് ഇതാ ഞങ്ങൾ വണ്ടി ഞാനിതാ മേലിലാണ് പാർക്ക് ചെയ്തത്. താഴേക്ക് വണ്ടി ഇറക്കിയിട്ടില്ല. വണ്ടി ഇറക്കാനെല്ലാം പറ്റും പോലും, പിന്നെ ഞാൻ ഇറക്കുന്നില്ല എന്ന് വിചാരിച്ച്. ഞങ്ങളെ കണ്ടപാട് വേഗം ഉമ്മമ്മ സലാനെല്ലാം ചെല്ലി ഇവിടെ കയറുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം വെള്ളമെല്ലാം കുടിച്ച് വേഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അവളെ കയ്യിൽ കൊടുത്തിട്ട് ഇട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമ്മൾ വാങ്ങിച്ചത് വെസ്റ്റേൺ ടൈപ്പ് ടോപ്പ്, പാൻറ്റ്, ഷൂസ്. കേക്ക് പിന്നെ അനിയത്തിയാണ് ഉണ്ടാക്കിന്. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് പിന്നെ ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ അതൊക്കെ വിട്ടുപോയി കിട്ടും. പിന്നെ ഇത് പിന്നെ ഇവർ ഉണ്ടാക്കിയതാണ്. ഇവളും നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും. അങ്ങനെ അതൊക്കെ അവൾ ഇട്ട് വന്ന് പിന്നെ അവളെ കൊണ്ട് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്യിപ്പിച്ച്. പിന്നെ രാത്രി ആയതുകൊണ്ട് വീഡിയോ അങ്ങനെ ക്ലിയറെല്ലാം കുറവാണ് ഉണ്ടാവുക കേട്ടോ. രാത്രിയല്ലേ, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ എല്ലാ തരം ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു അതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ വരുന്നത് അറിയാമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അറിഞ്ഞിട്ടൊന്നുമില്ല, പൊതുവേ ഇവളെ ബർത്ത്ഡേ നമ്മൾ ചെറുങ്ങനെ കഴിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഇവളെ ഉപ്പ പറഞ്ഞ പോലും ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം എന്ന്. അങ്ങനെ പോലും ഇവരെല്ലാം ഉണ്ടാക്കിയത്. ഇവളെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൾക്ക് കാറിൻ്റെ ലൈസൻസ് കിട്ടിയാലും അനിയനിക്ക് ഇവളെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഇവളെ സർപ്രൈസ് ആക്കിയത്. പിന്നെ ഇവൾ പിന്നെ ഇന്ന് ക്ലാസ്സിന് പോയിട്ടില്ല, ഉമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട നിന്ന്. പിന്നെ അപ്പോൾ ലൈസൻസ് കിട്ടിയ ആ ഒരു സമയത്തും ഇതേപോലെ തന്നെ വീട്ടിലേക്ക് എന്തെല്ലോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാൻ നാട്ടിലില്ല, ഞാൻ അന്നേരം ദുബൈയിലായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളും അനിയത്തിയെല്ലാം ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ എന്തായത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് ഇവർ കേക്കും പിന്നെ ഉമ്മയും ഉപ്പയും പിന്നെ ചെറിയ മക്കളൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം ഇവർ തന്നിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ. അങ്ങനെ ഇവരെല്ലാം ഞാൻ വണ്ടി മേലെ കൊണ്ടുവച്ചിന്. വണ്ടി താഴേക്ക് ഇറങ്ങൂല എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട്. മേലയിൽ വരെ ഇവരെ വണ്ടിയിൽ നമ്മളെ കൊണ്ടാക്കി വിട്ട് എന്നിട്ട് നമ്മൾ മേലയിൽ നിന്ന് എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ വന്ന്. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so.